അഭിജിത്ത് തുടരുക. ഇപ്പോൾ പയ്യന്നൂർ MLA TI മധുസൂദനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, കേൾക്കാമോ? ഇപ്പോൾ 4 പേരെയാണ്, 2 കുട്ടികളടക്കം 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ 2 പേരെ തൂങ്ങി മരിച്ച നിലയിലും ഈ 2 കുട്ടികളെ താഴെ മരിച്ച നിലയിലുമാണ്, നിലത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. താങ്കൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? രാമന്തളിയിലാണ് സംഭവം. ഇവര് ഈ കുടുംബം പയ്യന്നൂര് ടൗണിനോട് ചേർന്ന് അന്നൂര് ഒക്കെ മുൻപ് താമസിച്ചവരാണ്. കുടുംബപരമായിട്ട് ബന്ധങ്ങൾ ഇവിടെയാണ് ഉള്ളത്. കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പല രീതിയിലും എല്ലാവരും ബന്ധപ്പെട്ടിട്ടും അത് പരിഹരിക്കപ്പെടുന്ന നില ഉണ്ടായില്ല എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. 2 കുട്ടികളും ഒരമ്മയും അതോടൊപ്പം തന്നെ മകനും മരണത്തിലേക്ക് പോയിട്ടുള്ളത്. അത് കൊലപാതകവും ആത്മഹത്യയും കുട്ടികളുടെതെല്ലാവുമ്പോൾ അവർ സ്വയം അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവല്ലേ? അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതെ, 2 കുട്ടികൾ അതിലുണ്ടായിരുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇവരുടെ കുടുംബത്തെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി അവിടുത്തെ പ്രദേശവാസികളോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും സൂചിപ്പിച്ചതായി താങ്കൾക്ക് അറിയുമോ? ഇല്ല, അത് പിന്നെ അവരുടെ വിഷയങ്ങൾ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവർ കുടുംബത്തിനകത്ത് പരസ്പരമുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ പല തലങ്ങളിലും അതൊക്കെ ഇടപെട്ട് പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇത്രയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊരു സംഭവത്തിലേക്ക് അത് എത്തിച്ചേരുമെന്നുള്ളതൊന്നും ആരും കണക്കുകൂട്ടുന്നതല്ലല്ലോ. തികച്ചും അപ്പോൾ പലപ്പോഴും പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അതെ, പ്രയാസപ്പെടുത്തുന്ന വാർത്തയാണ്. ഇവരുടെ ഈ പ്രശ്നങ്ങളിൽ അപ്പോൾ പലപ്പോഴും ഇടപെട്ടിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അത് തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ആണെങ്കിലും മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വലിയൊരു സംഭവത്തിലേക്ക്, ഇത്തരത്തിലുള്ളൊരു ഈ 2 പേരെ തൂങ്ങി മരിച്ച നിലയിലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സംഭവത്തിലേക്ക് അത് എത്തിച്ചേരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, അതൊന്നും ആരുടെ കണക്കിലും അങ്ങനെ അത്തരമൊരവസ്ഥയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കില്ല. കാരണം ചുറ്റോട്ടത്തും വീടുകളും കാര്യങ്ങളും ഉള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നാട്ടുകാരൊക്കെ ഇടപെടുന്ന നിലയുള്ളതാണ് ഈ രാമന്തളി. പക്ഷെ ഇത് തികച്ചും അവിചാരിതമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരമൊരു നിലയിലേക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷിച്ചാലാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുക. ഇന്ന് രാവിലെയോ ഇന്നലെയോ മറ്റുമായി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നതായി ഇപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഞാനിപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ആരും പറഞ്ഞില്ല. പിന്നെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ട് ഒരാളുടെയും ഇത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നാളെ രാവിലത്തോടു കൂടി എല്ലാവരും ഒന്ന് കാണാനും എൻ്റെ ഒരു ഇത് മനസ്സിലാക്കാനും കഴിയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, ശ്രീ TI മധുസൂദനൻ, പയ്യന്നൂർ MLA ആണ് നമുക്കൊപ്പം ചേർന്നത്. നന്ദി.